അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇന്ത്യൻ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് നമ്മുടെ ഫാമിലി ഡേ ഔട്ട് വീഡിയോൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതെന്താ ആട്ടുംകാലാണെന്നോ എന്തോ ഒരു കാലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുള്ളത് കാരണം സീറ്റൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ അവർ സീറ്റ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനും വേദും കൂടെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അപ്പോൾ എനിക്കും വേദുവിനും അടുത്തത് കാരണം ഞങ്ങൾ രണ്ടാളും കൂടെ പുറത്തേക്ക് ഇറങ്ങി റെസ്റ്റോറൻറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിക്ക്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ മറ്റേ ഫൗണ്ടെയിൻ പോലത്തെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. വേദു പറഞ്ഞ പോലെ വെള്ളമൊക്കെ കണ്ട് ഞങ്ങൾ ആ പാലത്തുമ്മ കൂടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ പോയി കമ്പനിയൊക്കെ ആയി ഞങ്ങളങ്ങനെ ഞാൻ വേദും കൂടെ കുറച്ച് നേരം ഇങ്ങനെ നടന്നപ്പോൾ അവർ വിളിച്ചു ആയിട്ടുണ്ട് സ്ഥലമായിട്ടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളൊരു 10-15 പേരുള്ളത് കൊണ്ട് അവർ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാനുള്ള ഒരു സ്പേസ് അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ ഇതിന്ന് സെറ്റപ്പായി മെനു ഒക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമേ ഒരു അൽഫ്രെഡോ പാസ്ത ഓർഡർ ചെയ്തു ഗൈസ്. വേദുവിന് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ അത് ആദ്യം വന്നപ്പോൾ എല്ലാവരും ഇന്ന് കൈയിട്ടെടുക്കണതിന് അമ്മമ്മേനോട് സങ്കടം പറയായിരുന്നു അവൾ. പിന്നെ എൻ്റെ പാസ്തയാണ് ഗൈസ് ആദ്യം വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഷോ ആയിരുന്നു കുറച്ച് നേരം. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ആൽഫ്രെഡോ പാസ്ത കഴിക്കുന്നത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. വേറെ ആർക്കും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. അപ്പൂസിൻ്റെ കൂടെ 2-3 വായ കഴിച്ചു, അല്ലാതെ ആരും കഴിച്ചതൊന്നുമില്ല. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ 65 ആയിട്ടും ഫ്രൈഡ് റൈസ് ആയിട്ടും. അമ്മയും വെജ് ആയതുകൊണ്ട് അവർക്ക് പൊറോട്ടയും പിന്നെന്താ വെജ് കുറുമി അങ്ങനെ. പിന്നെ അപ്പൂസ് മധുഹൂത്തും അങ്കു കബ്സ, ഹണി ചിക്കൻ, അൽഫാം, പിന്നെന്താ അഫ്ഗാനി ചിക്കൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഗൈസ്. ആദ്യമേ എൻ്റെ പാസ്ത വന്നതുകൊണ്ട് അത് ആദ്യം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരെയും നിന്നും എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലെന്താ ഫ്രൈഡ് റൈസ് ഉണ്ട്, പൊറോട്ട ഉണ്ട്, വെജ് കുറുമ ഉണ്ട്, മറ്റേ മധുഹൂത്ത് ഉണ്ട്, അങ്ങനെ എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പൂസിൻ്റെ നിന്ന് നമ്മുടെ അണി അൽഫാം എടുത്ത് കഴിച്ചു ഗൈസ്. ഞാനത് കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. കാരണം മധുരമായിരിക്കും, എരിവ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ അറിയാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ നിന്ന് അത് ടേസ്റ്റ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ ബീഫ് കച്ചേരി പറഞ്ഞിട്ട് സാധനം ഉണ്ട് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നൂൽ പൊറോട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ഒരു നൂൽ പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്ത് അതും കൂടെ കഴിച്ചു. ഇതാണ് ഗൈസ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതിൻ്റെ കോലം. പിന്നെയും കഴിച്ച് വരുന്നേ ഉള്ളൂ. എല്ലാവരും എല്ലാം ആസ്വദിച്ച് കഴിക്കും. ചിലർ ചായ ഓർഡർ ചെയ്തിട്ട് ലാസ്റ്റൊക്കെ കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേനോടൊക്കെ ഞങ്ങൾ റിവ്യൂ ചോദിക്കുമായിരുന്നു. അമ്മായി ലാസ്റ്റ് ഒരു ചായ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ബൈ ഗായ്സ്.